നമ്മുടെ ഓഫീസാണിത്. ഓ മേതൊക്കെ നമ്മുടെ ഓഫീസിൻ്റെ മേലൊക്കെ ഫുള്ള് സെറ്റായിട്ടോ. വാട്സ്ആപ്പ് മെമ്പേഴ്സ്. അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കാർ ഷോറൂമിൻ്റെ തന്നെ അടുത്തൊരു പാർട്ടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ഞാൻ ഈ ഗെയിം കുറച്ചുകൂടി കളിച്ചാൽ അങ്ങനെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഏകദേശം $49,000 ഉണ്ട്. ഈ ഡോളർ വെച്ചിട്ട് നമ്മളിന്ന് $1,00,000 നമ്മൾ അടിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അടിക്കുന്നൊരു ഉറപ്പില്ല. പിന്നെ ആ ഒരു കാർ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കാർ ഇപ്പോൾ തന്നെ വിൽക്കാം. അതിന് കാർ മാർക്കറ്റ് ഓപ്പൺ ആണ്. നമുക്ക് വേറെ തന്നെ കാർ മാർക്കറ്റിൽ പോയിട്ട് ഒരു കാർ മേടിക്കുക. കാർ മാർക്കറ്റിലാകുമ്പോൾ കിട്ടുന്ന നല്ല വാല്യൂ ഉള്ള കാറുകൾ നമുക്ക് കിട്ടും. നമുക്ക് സെല്ല് ചെയ്യാം. എത്രയിനപ്പോൾ 10,000 ഇതായ സ്ഥിതിക്ക് ഒരു 13,000 അല്ലേ വേണ്ട, $14,000 നമുക്ക് വെച്ച് നോക്കാം. ആൾ വരികയാണ്, മേടിക്കുകയാണെങ്കിൽ ആ ഒരു പൈസക്ക് വേണ്ടി വിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു $4,000 നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഒക്കെ ആൾക്കാരെന്തായാലും വന്ന് തുടങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വണ്ടി എടുത്ത് വിൽക്കുക. ഇത് പറയണം എന്താ നോക്കാം നമുക്ക്. ഇയാടെന്താ പറയുന്നത്? 10,500 നമുക്കൊരു 12,000 ചോദിച്ചു നോക്കാം. 12,000 വിട്ടാൽ മതി. പറ്റൂല. നമ്മൾ നല്ല വില കൂട്ടിക്കണം കേട്ടോ പറഞ്ഞാൽ ഈ വണ്ടിക്ക്. പിന്നെ നമുക്ക് ഈ ഷോറൂമൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിരിക്കണം. ഈ ചെറിയ പെട്ടിപ്പീടിയിൽ നമ്മൾ എത്ര കാലം വെച്ചിട്ട് ജീവിക്കുക. ഓക്കെ, ഇത് കുറച്ച് കൂടുതലുണ്ട്. 12,300 പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 13,000 കിട്ടാനായിട്ട് കിട്ടട്ടെ. ഓക്കെ, കിട്ടി. നമുക്ക് എന്തായാലും നമുക്ക് ഭയങ്കര ലാഭമാണത്. ഒരു പ്രശ്നമില്ല. എന്തായാലും വേഗം നമ്മുടെ കാർ മാർക്കറ്റിലേക്ക് വിടുക. എന്നിട്ട് അവിടെ നിന്ന് 2 കിഡിലും കാർ, $30,000 2 കിഡിലും കാർ മേടിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ കുറേ കാറുകളുണ്ട് ഓൾറെഡി ഗായ്സ്. പിന്നെ വീഡിയോ ഒന്നും വരുന്നില്ല കാരണം എനിക്ക് എക്സാം ആയ കാരണമാണ്. നമുക്ക് പറ്റിയ കാറുകൾ ഇതൊക്കെ നല്ല വില കുറഞ്ഞത്. ഈ ഒരു കാർ നോക്കിയോ, ഈ കാർ ചിലപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിലോ. ഓക്കെ, $22,000 നമുക്ക് മേടിക്കാനൊക്കെ പറ്റും. ഒരു 20,000 ചോദിച്ചു നോക്കാം. ഓക്കെ, കിട്ടി. ഓക്കെ, ഈ ഒരു കാർ എന്തായാലും കണ്ടിട്ട് നല്ല കാറായിട്ടാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും വേഗം ഈ കാർ ഓടിച്ചു വിടുന്ന് വേഗം പോവുക. ഞാൻ പിന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം കാരണം നമുക്ക് പെട്ടെന്ന് തീർക്കണം. നമുക്ക് പൈസ പെട്ടെന്ന് ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും എത്തിയിട്ടുണ്ട് നമുക്ക് ഈ കാറിന് കയറി റിപ്പയർ ചെയ്യാം. ഒരു കാർ അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ. നല്ല കിടിലം കാറാണ് തോന്നുന്നു. ഒരു കൺട്രോൾ കിട്ടണില്ല ചെറുതായിട്ട്. അങ്ങനെ ഒരു സീനുണ്ട്. നമുക്കിത് ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ അവിടെ ചെങ്ങായി അവിടെ ഇത് പൈസ വേണ്ടേ? $0 നമുക്ക് റിപ്പയർ ചെയ്ത് തരാമെന്ന്. ഇനിയിപ്പോൾ ഈ കാറിന് ഡാമേജ് ഒന്നും ഇല്ലേ? ഞാൻ വരുമ്പോൾ 2-3 സ്ഥലത്ത് തട്ടിയാവുകൊണ്ടാണ് ഞാൻ റിപ്പയർ ചെയ്ത്. ഓക്കെ, എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഒരു സ്ഥലത്ത് നല്ല ഡ്രിഫ്റ്റിംഗ് ഉണ്ടോ. നമുക്ക് എന്തായാലും വേഗം നമ്മുടെ ഈ കാർ കൊണ്ടേ വെക്കും. ഒരു $30,000 നമുക്ക് ഈ കാറിന് ഇട്ട് നോക്കാം. ആൾക്കാർ 25,000 പറഞ്ഞാൽ തന്നെ നമുക്ക് ലാഭമാണ് എന്തായാലും. ഓക്കെ സെറ്റ്. ഓക്കെ, നമുക്ക് സെൽ കാർ. ഓക്കെ, $20,000 എന്നാണല്ലോ ഇത് കാണിക്കണത്. 20,200 നമുക്കൊരു 27,000 ഇട്ട് നോക്കാം. ആരെങ്കിലും മേടിക്കണേ മേടിക്കട്ടെ. ആരെങ്കിലും വരുമോ നോക്കാം. ഫസ്റ്റ് ആൾ വരുന്നുണ്ട്. ഐ ആം റെഡി ടു ബൈ ദിസ് കാർ എന്നാ. $70,000 നമുക്ക് എന്തായാലും ഏകദേശം ആയിട്ടുണ്ട്. ഫസ്റ്റ് ഡയൽ ആ സാധനം വിറ്റ് പോയിട്ട് ഒരു $30,000 പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ടെങ്കിലും ഒരു 29,000 വിൽക്കായിരുന്നു. കാർ മാർക്കറ്റിലേക്ക് വിടുക. കുറച്ചുകൂടി കിഡിലായിട്ടൊരു കാർ മേടിക്കണം. 2-3 കാർ ഒരുമിച്ച് മേടിക്കാൻ പറ്റൂല. നമുക്ക് മറ്റേ സാധനമില്ല, ട്രക്കിൻ്റെ ഇതില്ല. അതെങ്ങനെ കിട്ടാമെന്നൊക്കെ അറിയില്ല സംഭവം. അതാണ് പ്രശ്നം. ഇത് ഈ കാർ കാണാൻ കുറച്ച് രസമുണ്ട്. ഒരു വില കുറഞ്ഞതാ, $13,000 ആണ്. കുറച്ചുകൂടി വില കൂടിയ കാർ കിട്ടുമോ നോക്കാം. മിനി കൂപ്പർ നമുക്ക് മേടിക്കാം. പക്ഷെ മിനി കൂപ്പർ നല്ല ഡാമേജ്. 61,000 നല്ല വില കൂടിയ വണ്ടിയാണ് ഇത്. നമുക്ക് തിരിച്ച് വിൽക്കുമ്പോൾ അത്രയും പൈസ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. നല്ല ഡാമേജ് ആയിട്ടുള്ള കാറാണ്. മേടിച്ചാൽ നമുക്ക് $80,000 ഇട്ടൊക്കെ നമ്മൾ മുഞ്ചി നമുക്ക് ബാർഗൻ ചെയ്ത് മേടിക്കുക. പൈസ ഒറ്റ മൈൻഡിൽ 60,000 എന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, കിട്ടി. 60,000 ഐറ്റം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൊണ്ടേ വെക്കാം. ഓക്കെ, വലിയ ടയറൊക്കെയാണ് വണ്ടിക്ക്. നല്ല കൺട്രോൾ ഉണ്ട് കേട്ടോ വണ്ടി ഓടിക്കുമ്പോൾ. കിടില വണ്ടിയാണ് തോന്നുന്നത്. നമുക്ക് റിപ്പയർ ചെയ്തത് കൂടെ കുറച്ചുകൂടി വേറെ ലെവലാവും തോന്നുന്നുണ്ട്. ഇതെങ്ങാനും 70,000 വിറ്റ് പോയില്ലെങ്കിലാണ് നമ്മൾ മൂഞ്ചാൻ പോകുന്നത്. അനുഭവം ഉണ്ട് ഗൈസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഒരു വണ്ടി ഇങ്ങനെ മേടിച്ച് മാർക്കറ്റ് പ്രൈസ് പോലും അവർ നമുക്ക് തരുന്നില്ല.
വണ്ടിയൊക്കെ അങ്ങനെ ആവുക, കാരണം നമ്മൾ നല്ല പൈസ കൊടുത്ത് മേടിച്ച വണ്ടിയാണ്. മറ്റേ വണ്ടി പെട്ടെന്ന് തന്നെ അങ്ങനെ ആയിട്ടാ. നമ്മൾ നേരത്തെ മേടിച്ച എത്ര $22,000 മേടിച്ച വണ്ടി. ഓക്കെ ഡ്രിഫ്റ്റൊക്കെ ആയാൽ പോണ്. കാർ മാർക്കറ്റ് ഓപ്പൺ എന്തായാലും നന്നായി കഴിച്ചു. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പണി തീർക്കാൻ പറ്റും കിടിലെ വണ്ടികളൊക്കെ മേടിച്ചിട്ട്. 2,400 കൊടുക്കണു. ആദ്യമായിട്ട് നമ്മളൊരു വണ്ടി റിപ്പയർ ചെയ്യാൻ എത്ര പൈസ കൊടുത്ത്. നമുക്കൊരു ബ്ലാക്ക് പെയിൻറ് കൂടി അടിച്ചാലേ അങ്ങനെ ഉണ്ടാവും വണ്ടിക്ക്. ബ്ലാക്ക് പെയിൻറ് അടിക്കണം. പെയിൻറ് അടിച്ചിട്ട് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും റിസ്ക് ആണ് സംഭവം. പെയിൻറ് അടിക്കണ അല്ലേ? വേണ്ട കഴിച്ച് പെയിൻറ് അടിക്കണ്ട. ഈ ഒരു കളർ തന്നെ മതി തൽക്കാലത്തിൽ. പെയിൻറ് അടിച്ച് ഫുള്ള് ബ്ലാക്ക് ആയിട്ട് ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലാ ഈ കളർ തന്നെ മതി, ഗ്രേ കളറ്. ടയർ കുറച്ച് വലിയ ടയറാണ്. പിന്നെ ഈ കൂപ്പറിനൊക്കെ സാധാ ടയറല്ലേ ഉണ്ടാവുന്നുണ്ട്. നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഈ ഒരു വണ്ടിയിലാണ് നമ്മുടെ പ്രതീക്ഷ മൊത്തം. ഈ വണ്ടിക്ക് ഒരു $80,000 കിട്ടിയ 75,000 നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ആള് വന്നു ഇവിടെ 71,000 സ്റ്റിൽ നമുക്ക് ലാഭമാണ്. ഒരു 73,000 തരുകയാണെങ്കിൽ ഐ ആം ഹാപ്പി. യെസ്, കിട്ടി. ഓക്കെ, അപ്പോൾ കറക്റ്റ് $80,000 നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയില്ല. നമ്മൾ എത്ര പൈസ ഈ വണ്ടി നമുക്ക് നല്ലത് തന്നിട്ടാ. നമ്മൾ 60,000 മേടിച്ച വണ്ടി നമ്മൾ $10,000 കൂട്ടിയിട്ടാണ് എന്തായാലും വിറ്റിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ $80,000 ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് സെറ്റാക്കണം. ഇവിടെയൊക്കെ സെറ്റാക്കുക എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. 7,500 കൊടുക്കണം. നമുക്ക് ഈ ഷോറൂമൊന്ന് സെറ്റാക്കിയാലാ. നമ്മൾ കഴിഞ്ഞ വട്ടം നോക്കിയാൽ മതി. ഇവിടെ എത്ര $50,000 കൊടുത്താൽ നമ്മുടെ ഷോറൂമൊക്കെ വലുതാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ ഷോറൂമിൻ്റെ ഓക്കെ ഇതാ അറ്റൻഷൻ ടു ഇംപ്രൂവ് യുവർ ഓഫീസ് എക്സ്പാൻഷൻ യു നീഡ് ടു റിമൂവ് കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഫ്രം ദ സൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം എടുത്ത് കളയണം. ഇവിടുത്തെ വേസ്റ്റുകൾ മനസ്സിലായ? ഇത് നമ്മൾ എടുത്ത് കളയണോ? കാര്യം ചെയ്യുക, ഇതെടുത്ത് കളയാം. നമ്മൾ കളയാൻ വെച്ചിട്ടുണ്ട്. ടൈം എടുക്കും. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വേറൊരു വണ്ടി കൂടി മേടിച്ചിട്ട് നമുക്ക് വിറ്റിട്ട് അതിന് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതിൽ $80,000 നമ്മൾ കറക്റ്റ് ആക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വേറെ കാർ മാർക്കറ്റിൽ തന്നെ വിടാം. $72,000 അവിടെ ഏതെങ്കിലും നല്ല വണ്ടി കിട്ടുമോ നോക്കുക. വണ്ടി ഏത് ഈ ഒരു വണ്ടി നോക്കി നോക്കുക. നമ്മൾ നേരത്തെ കണ്ട വണ്ടിയുമായിട്ടുള്ള വണ്ടി തന്നെയാണ്. ഓക്കെ, $12,000 ഒരു 10,000 ചോദിച്ചു നോക്കുക. ഒരു 11,000 ചോദിച്ചു നോക്കുക. അപ്പോൾ തരുന്നുണ്ടാവും. ഐ വാസ് എക്സ്പെക്റ്റിംഗ് എ ബിഗ്. ഓക്കെ, സമ്മതിക്കണില്ല. എന്താ സ്വിഫ്റ്റൊന്നും വേണ്ട. ഈ വണ്ടിക്ക് എത്ര? 6,000. അതും വേണ്ട. നമുക്കൊരു $30,000 ആ റേഞ്ചിലൊരു വണ്ടി കിട്ടി അത്ര നല്ല. ഇതൊന്നും ഇതൊക്കെ അത്യാവശ്യം വില കുറഞ്ഞ വണ്ടികളാണല്ലോ. അത്യാവശ്യം വില കുറഞ്ഞ വണ്ടികൾ. 44,000. ഈ വണ്ടിക്ക് അത്ര റേഞ്ചൊക്കെ ഉണ്ടോ? കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഒരു $44,000 വണ്ടി ഉണ്ട്. അത് നമ്മളെ പറ്റിക്കോണോ? ബാർഗെയിൻ ചെയ്തൊരു 40,000 ചോദിച്ചു നോക്കാം. ഓക്കെ, കിട്ടി. ഈ ഒരു വണ്ടി അത്ര വിശ്വാസമില്ല കേട്ടോ കണ്ടിട്ട്. എന്താണോ എനിക്ക് അത്ര തീരെ വിശ്വാസമില്ല. എന്തായാലും നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി എങ്ങാനും നമുക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടുകയാണെങ്കിലോ. വണ്ടി അത്യാവശ്യം സ്പീഡ് നല്ല കൺട്രോളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ മേടിച്ച വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് തന്നെ നമ്മുടെ ഷോറൂം വിൽക്കാറ് വലുതാവുന്നതാണ് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോറൂം നമ്മൾ ഓടിച്ച്. അല്ലെങ്കിൽ വണ്ടി പൊളിഞ്ഞ വണ്ടിയാണോ. രാത്രിയായി, ഡേ എൻ്റെ ഇയർ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേഗം പോയി വണ്ടി ഒന്ന് പോയി റിപ്പയർ ചെയ്യുക. അയ്യോ, ഈ വണ്ടി എങ്ങാനും നമ്മൾ വിചാരിക്കുന്ന പൈസക്ക് വിറ്റിയിലാണ് നമ്മൾ തീരാൻ പോണത്. ഒരു $50,000 നമുക്ക് ഈ വണ്ടിക്ക് ഇട്ട് നോക്കാം. ഈ വണ്ടി പെട്ടെന്ന് നമുക്ക് കയറി റിപ്പയർ ചെയ്യാം. $2,000 അതിനും പോയി. അയ്യോ, $42,000 നമ്മൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഡേ എൻ്റെ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഡേ 7 മണിക്ക് നമ്മൾ 7 മണി ആയിട്ടുണ്ട് രാവിലെ. ഡേ എൻ്റെ ഇത് പ്രോഫിറ്റൊന്നും നമ്മളിത് വന്നില്ലല്ലോ. ഓക്കെ, ഓപ്ഷൻ ഉണ്ട് 12 മണിക്ക്. ഓപ്ഷന് പോയിട്ട് വണ്ടി എടുക്കണം അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഇതുവരെ ഓപ്ഷന്. $50,000 നമുക്കൊരു 55,000 ഇട്ട് നോക്കാം. എന്നിട്ട് ആൾക്കാർ റിയാക്ഷൻ എങ്ങനെ നോക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ ബാർഗെയിൻ ചെയ്ത് 50,000 നമുക്ക് ഈ വിൽക്കണം. പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ എന്തായാലും ഈ വണ്ടി വിൽക്കണമായിരിക്കും. 55,000 കറക്റ്റ് സെറ്റായിട്ടുണ്ട്. എന്തായാലും ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു സംഭവം ഓക്കെ കഴിയാറായിട്ടാ.
എത്ര നേരം എടുക്കണോ ഈ സംഭവം. ഇതുകൊണ്ട് പോയി കിട്ടിയാൽ നമുക്ക് സെറ്റാക്കാം ഷോറൂം. 49,000 50,000 ആയിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു 51,000 ചോദിച്ചു നോക്കാം. കിട്ടിയാൽ കിട്ടി. ഓക്കെ കിട്ടി. നമുക്കിപ്പോഴും നമുക്ക് ലാഭം തന്നെയാണ്. നമ്മൾ $7,000 ആട്ടെ $7,500 ഇവിടെ ചിലവാക്കിയിട്ട് നമുക്ക് അവിടെ നേരത്തേനേക്കാളും പ്രോഫിറ്റ് കിട്ടി. നമുക്കതെല്ലാം ഇതാവണ വരെ വെയിറ്റ് ചെയ്യാം. ഇതെപ്പോൾ ആവുകയാണാവോ. ഓപ്ഷന് പോയിട്ടൊരു വണ്ടി മേടിച്ചാലോ. റെസിഡൻഷ്യൽ ഏരിയ അവിടെ ഇവിടെ നിന്ന് പോയി നോക്കാം. അവിടെ പോയിട്ട് നമ്മൾ വലിയ സംഭവമൊന്നും മേടിക്കാൻ പോകുന്നില്ല. ഓക്കെ ഇവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ. ഇവിടെ കുറച്ച് അത്യാവശ്യം നൈസ് വണ്ടികൾ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ കാർ മാർക്കറ്റിലേക്ക് പോയത്. ഓക്കെ ഒരു $33,000 വണ്ടി ഉണ്ട്. 30,000 നമ്മൾ ഈ വണ്ടി മേടിക്കും. അത്രേ ഉള്ളൂ. മേടിച്ചിട്ടുണ്ട്. ഓക്കെ ചുവപ്പ് വണ്ടിയില്ലേ. അത്യാവശ്യം നല്ല രസമുണ്ട് വണ്ടി കാണാൻ. ഈ വണ്ടി എടുത്ത് നമുക്ക് പോവാം. ഈ വണ്ടി നമ്മൾ എന്തായാലും നല്ല വിലക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. $51,000 ആയി നമ്മുടെ കയ്യിൽ. നമുക്കിതൊരു വണ്ടി $45,000 വിൽക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം $1,00,000 നമുക്ക് ആക്കാൻ പറ്റും. ആ ടൈം കൊണ്ട് തന്നെ മറ്റേ സാധനം ഇതായിക്കോളും. ആ ടൈം കൊണ്ട് ഓപ്ഷനും തുടങ്ങും. മറ്റേ നമ്മുടെ ആ കൺസ്ട്രക്ഷൻ്റെ അവിടെയുള്ള വേസ്റ്റും പോവും. ഓക്കെ ഒരു വണ്ടി എന്നാലും അത്യാവശ്യം നല്ല കൺട്രോളൊക്കെ കിട്ടുന്ന നൈസൊരു വണ്ടിയാണ് കേട്ടോ. ഇതുവരെ നോക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല. വണ്ടി റിപ്പയർ ചെയ്യേണ്ട തോന്നുന്നു. അപ്പോൾ ആ പൈസ നമുക്ക് ലാഭമായി. നൈസ് വണ്ടി. കൺസ്ട്രക്ഷൻ്റെ സാധനം പോയാണാവോ നോക്കി നോക്കാം. ഓക്കെ ഈ വണ്ടി ഇത് പോട്ടെ. ഓക്കെ അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ സാധനം ഇപ്പോഴും പോയിട്ടില്ലേ. പോയാ പോയല്ലോ. സ്ഥലം കുറേ ഫ്രീ ആയിട്ടുണ്ട്. ഇത് കളയാൻ പൈസ കൊടുക്കണോ. ഇതിനെത്ര $5,000 കൊടുക്കേണ്ടത് ഇതിന്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ഒരു വണ്ടിക്ക് നമുക്ക് ഈ വണ്ടി വിൽക്കാൻ വെക്കാം. ഈ വണ്ടി 30,000 മേടിച്ച് നമുക്ക് 40,000 ഇടാം. 45,000 ഇടാം. പോയിട്ട് 45,000 ഇടാം. ഓക്കെ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. എത്ര പറയണമെന്തോ 33,000. വേണ്ട 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 വേണ്ട. ഇതിനേക്കാളും ചിലപ്പോൾ ബെറ്റർ ഓഫർ നമുക്ക് കിട്ടുമായിരിക്കും. ഈ ഒരു സാധനം നമുക്ക് റിപ്പയർ ചെയ്യാൻ വെക്കണ്ട. ഒരു മിനിറ്റ്. ഈ ഒരു വണ്ടി വിൽക്കട്ടെ. ഈ വണ്ടി വിറ്റിട്ട് $80,000 മേലക്കുമ്പോൾ നമുക്ക് എന്തായാലും സുഖമായിട്ട് ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മൾ താന്ന് പോകുന്ന എന്തായാലും ഇതില്ല. ഒരു 25,000 പോടേ. ഇത് ചില കാലത്ത് നല്ല പൈസ കുറച്ച് പറയുന്നത്. മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണ് ഇപ്പം പറഞ്ഞ്. ഈ ഒരാൾ വരുന്നുണ്ട്. ഇയാളെങ്ങാനും ഇത് മേടിച്ചാൽ നമുക്ക് ജാക്ക് പോട്ടാണ്. ഓക്കെ 29,000. ഇവിടെ ആൾക്കാരൊക്കെ എന്താ ഇങ്ങനെ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. പ്രശ്നമാവോ. 35,000 ഈ വണ്ടി കിട്ടണം. ഓക്കെ 34,000 ഉണ്ട്. 36,000 നമുക്ക് ഈ വണ്ടി ക്ലോസ് ചെയ്യാം. 37,000 അള്ളാ കിട്ടിയാൽ മതിയായിരുന്നു. എടാ കിട്ടിയില്ല. അത് നല്ല ഓഫർ ചെയ്യുന്നൊരു 36,000 പറഞ്ഞാൽ മതിയായിരുന്നു. അടുത്ത ആൾ വന്നിട്ടുണ്ട്. നമുക്കൊരു 30,000 ഈ സാധനം ക്ലോസ് ചെയ്യാം. ഓക്കെ 37,000. അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓഫറാണ്. 39,000 ഒന്ന് ചോദിച്ചു നോക്കാം. കിട്ടി. എടാ കിട്ടിയില്ല. എന്തായാലും മതി ഇത്ര മതി. ഇത് മതി. ഓക്കെ 88,000 സ്റ്റിൽ നമുക്ക് പ്രോഫിറ്റാണ്. $5,000 അങ്ങോട്ട് നമുക്ക് ഇപ്പോഴും പ്രോഫിറ്റാണ്. 5,000 എന്നല്ല $7,000 നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടി. നല്ല കാര്യമാണ്. ഞാൻ കൂടെ കൺസ്ട്രക്ഷൻ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് കാര്യം നമുക്ക് ഷോറൂമിൻ്റെ സ്ട്രക്ചർ നോക്കാം എങ്ങനെ ആവുമെന്ന്. ഓക്കെ ഫസ്റ്റത്തെ ഷോറൂം എന്ന് പറയുമ്പോൾ കണ്ട $50,000 ഷോറൂം ഇത് ഇങ്ങനെ ആവും. നമ്മളെല്ലാതും എടുത്ത് കളയണോ. $50,000 ആക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് കിട്ടും. നമുക്ക് കുറച്ചുകൂടി പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 1,00,000 ചെയ്യായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ഷോറൂം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഷോറൂം കൊണ്ട് റെഡിയാക്കിയാണ് പിന്നെ നമ്മൾ ശരിക്കും കളി തുടങ്ങേണ്ടത്. മനസ്സിലായാ. ശരിക്കും നമ്മൾ കളിയൊക്കെ കയറുന്നത് ആ ടൈമിലാണ്. നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് ഒന്നുകൂടി പോയി നോക്കാം. എന്നിട്ട് നമുക്ക് അവിടെ എന്തൊക്കെ കാറുകളുണ്ടെന്ന് ഒന്നുകൂടി പോയി നോക്കിയിട്ട് വരാം. ഓക്കെ ഇതാ ഡോഡ്ജ് ചിലർന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് $50,000 ഈ വണ്ടി നമുക്ക് മേടിച്ചാലോ. ഈ വണ്ടി നമ്മൾ മേടിച്ചിട്ടുണ്ട്. $48,000 കിട്ടി. മോനെ ഈ വണ്ടി കിടിലാണ് തോന്നുന്നത്. ഈ വണ്ടി നമുക്ക് ഒരു $60,000 കിട്ടുക. കിട്ടും വിശ്വാസമുണ്ട്. കാരണം ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല കിടിലൻ വണ്ടിയല്ലേ. ഈ വണ്ടി നമുക്ക് 48,000 തന്ന തന്നെ ഭാഗ്യം. എൻ്റെ മോനെ ഇത് നമ്മൾ നല്ല വിലയുള്ളൊരു വണ്ടിയല്ലേ ഡോഡ്ജ്. അയ്യോ ഓടിക്കല്ലേ. തീർന്ന് അത്രയും പൈസ പോയി. ഞങ്ങളുടെ കയ്യിൽ $35,000 ഉള്ളൂ. നമുക്ക് ഷോറൂം നമ്മൾ എന്തായാലും അപ്ഗ്രേഡ് ചെയ്തിരിക്കും. അത് ഉറപ്പാണ്. ഈ വണ്ടി റിപ്പയർ ചെയ്തു. ബ്ലാക്ക് കളർ ആൾക്കാർ മേടിക്കാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. കിടില ലുക്കാണ് ഈ വണ്ടി.
ഇപ്പം കാണാൻ വലിയ ലുക്കില്ലല്ലോ, റിപ്പയർ ചെയ്താൽ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. മാറിക്ക് വേഗം പോട്ടെ. അപ്പോൾ നമുക്ക് ഈ വണ്ടി എന്താ റിപ്പയർ ചെയ്യണം, കാരണം ഈ വണ്ടി പടായി കെടുക്കുകയാണ്, മൊത്തത്തിലൊരു ഇതായിട്ട് കെടുക്കുക തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു അയാൾ അത്രയും പൈസ കുറച്ച് നമുക്ക് തന്നെ. അയ്യോ, ഇത് റിപ്പയർ ചെയ്യുമ്പോൾ എത്ര വില ആവണമാവോ? റിപ്പയറിങ് കോസ്റ്റ് നമുക്ക് മാക്സിമം കുറക്കണം. ഓക്കെ, 2400 ആയിട്ടുണ്ട്. $48,000 കിട്ടിയ വണ്ടി നമുക്ക് $60,000 വിൽക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. 55,000 കിട്ടിയാൽ മതി നമുക്ക് മിനിമം. അത് കിട്ടിയാൽ നമുക്ക് ഭയങ്കര പ്രോഫിറ്റാണ്. ഇപ്പോഴാണ് വണ്ടി ഒന്ന് ലുക്കായത് മോനെ. നിങ്ങൾ ആ വണ്ടിയുടെ ലുക്കൊന്ന് കണ്ട, കിടില വണ്ടി, ഒന്നും പറയാനില്ല. നമ്മൾ മേടിച്ചാൽ ഏറ്റവും കൂടുതൽ വണ്ടി ഇതാണെന്ന് തോന്നി. പിന്നെ മിനി കൂപ്പർ നല്ല വണ്ടിയായിരുന്നു. മിനി കൂപ്പറിനൊക്കെ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റി. എന്ത് ചെയ്യാൻ, നമുക്ക് ഈ വണ്ടി സ്വന്തമായിട്ട് എടുക്കുന്നത്, പക്ഷേ നമുക്ക് പ്രോഫിറ്റ് തീരെ കിട്ടൂല, അതാണ് പ്രശ്നം. കുറച്ചുകൂടി സെറ്റായിട്ട് കേസ് നമ്മൾ കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സെക്കൻഡ് പാർട്ടായിട്ട് ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് നല്ല പൈസക്ക് വിൽക്കുക. $60,000 കൊടുക്കുക. 6,000 ഒന്നും കൊടുക്കലിൻ്റെ പൊന്നോ, $60,000 കൊടുക്കുക. $60,000 നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കണം, കാരണം ഇതൊക്കെ മാറി 6,000-നൊക്കെ വിറ്റാൽ നമ്മൾ തീർന്ന്. മനസ്സിലായി? ഇത് വണ്ടി എല്ലാവരും മേടിക്കാനുള്ള ചാൻസ് നല്ല ഉണ്ട്. മേടിച്ചാൽ മതിയായിരുന്നു $60,000. നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. 57,000 പറഞ്ഞ്. സ്റ്റിൽ നമുക്ക് നല്ല പ്രോഫിറ്റാണ്. ഓക്കെ, നമുക്ക് 58,000 പറയാം. കിട്ടി. ഓക്കെ, നമുക്ക് $91,000 ആയിട്ടുണ്ട്. എന്തായാലും സെറ്റാണ്. ഇനി നമുക്ക് ഷോറൂം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണ്ടല്ലേ? നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഇല്ല, പറ്റുന്നില്ലടാ. മൊത്തം ക്ലീൻ ആക്കണത് തോന്നുന്നത്, മൊത്തം വൃത്തിയാക്കി എടുക്കണം തോന്നണടാ. ഇതെത്ര? 3,500. എല്ലായിടത്തും വൃത്തിയാക്കി. ഇതിനെത്ര? 9,000. എന്തൊരു കഷ്ടമാണ് അത്. ഇത് മൊത്തം ക്ലിയർ ആക്കിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ വന്നപ്പോഴാണ് നമുക്കൊരു BMW കിട്ടി. ഇവിടെ മോനെ, നമുക്ക് ഈ വണ്ടി മേടിക്കാൻ പറ്റും. $75,000 നമുക്ക് മേടിക്കാൻ പറ്റും. നമുക്കൊരു ബാർഗെയിൻ ചെയ്തൊരു 73,000-നൊന്ന് ചോദിച്ചു നോക്കാം. യെസ്, കിട്ടി. 73,000 നമുക്ക് ഈ വണ്ടി എന്താ നല്ല വിലക്ക് വിൽക്കാൻ പറ്റും തോന്നുന്നു. നമുക്കൊരു $85,000 ഇട്ട് നോക്കാം. അവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ നോക്കണേ. $85,000 എന്തായാലും ഈ വണ്ടി നമുക്ക് വിറ്റേ പറ്റുള്ളൂ. വണ്ടി നമുക്ക് നല്ല പ്രോഫിറ്റ് വിൽക്കാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വണ്ടി എടുത്ത്. BMW ആയ കാരണം പിന്നെ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. അയ്യോ, പതുക്കെ. ഓക്കെ, നമ്മൾ സെക്കൻഡ് പാർട്ടി തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഇത്രയും ഡെവലപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ ഷോറൂമിൽ കുറച്ച് കിടിലം കാറുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. BMW വന്ന്, പിന്നെ ഡോഡ്ജ് വന്ന്, മിനി കൂപ്പർ വന്ന്, അങ്ങനെ കുറച്ച് അടിപൊളി കാറുകളൊക്കെ നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ കുറേ കിടിലം ആൾ കാരണം നിങ്ങൾ പറയണ കാർ നമ്മൾ കൊണ്ടുവരാൻ നോക്കും. പിന്നെ കുറച്ചുകൂടി ആയിട്ട് 2-3 പാർട്ട് കൂടി എടുക്കും തോന്നുന്നു ആ റേഞ്ചിലൊക്കെ എത്തണമെങ്കിൽ. ഈ ഗെയിം കുറച്ച് അധികം കളിക്കണം. നമുക്ക് മറ്റേ ഏറ്റവും വലിയ ഷോറൂം ലെവലൊക്കെ ആക്കണം. ഓക്കെ, അപ്പോൾ നല്ല പൈസ, നമുക്ക് തീരെ പൈസ ഇല്ല, ദാരിദ്ര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ. ഒരു വണ്ടി വിറ്റാൽ ദാരിദ്ര്യമൊക്കെ മാറും തോന്നുന്നു. പറയുന്ന പ്രൈസിൽ നമുക്ക് ഈ വണ്ടി വിൽക്കാൻ പറ്റണമെങ്കിൽ വേറെ ലെവലാവും. വണ്ടിക്കുള്ള ഡ്രിഫ്റ്റിംഗ് ഒക്കെ ആണ് കേട്ടോ. നമുക്ക് സ്പീഡിൽ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യണം. ഡ്രിഫ്റ്റ് ചെയ്ത് അവിടെ കൊണ്ട് ഇടിക്കാൻ പാടില്ല, അതാണ് സീന്. ഇതാണ് നമ്മൾ മേടിച്ചതിൽ വെച്ച് ഏറ്റവും വില കൂടിയ വണ്ടി എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ഓരോ കാർ വെച്ച് വിൽക്കണമല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രക്കിൻ്റെ സാധനം കിട്ടണം. ഇത് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല, ആണ് സീന്. അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി അടക്കം ഇങ്ങോട്ട് കൊടുന്ന് വെക്കാവുന്നതേ ഉള്ളൂ. ഷോറൂമാക്കി കഴിഞ്ഞാൽ പിന്നെ സീനില്ല. ഓക്കെ, 73,000. ഓക്കെ, നമുക്കൊരു 85,000 ഇട്ട് വെക്കാം. അല്ല, നമുക്ക് ഒരു 90,000 ഇട്ട് വെക്കാം. 90,000. ഒരു $90,000 നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടി ഇട്ടിട്ടുള്ളത്. മേടിക്കുന്നൊക്കെ ഒരു ഉറപ്പുമില്ല. 80,000-ൻ്റെ മേലൊക്കെ നമുക്ക് ഈ വണ്ടി വെച്ച് കിട്ടണം, അതാണ് അത്ര ഉള്ളു നമ്മുടെ മൈൻഡിൽ. $76,000-77,000 റേഞ്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ബാർഗെയിൻ ചെയ്ത് ഏകദേശം ഒരു 80,000 ആക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്നും പോരാ. അങ്ങനെ 67,000, ഒരു 70,000-ൻ്റെ മേലൊക്കെ ഒരു 75,000 റേഞ്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കത് നോക്കിയായിരുന്നു.
ഓ 78,000. ഇതാണ് നമുക്ക് കിട്ടിയ വെച്ചിട്ട് ഏറ്റവും നല്ല ഓഫർ. 80,000 നമ്മൾ ചോദിക്കാൻ മണ്ടത്തരാണ്, എന്നാലും കിട്ടി. യെസ്, 80,000 നമുക്ക് കിട്ടിയത്. കുറേ ആൾക്കാർ 50,000 പറയും. ലാസ്റ്റ് നമുക്ക് നല്ലൊരു പ്രൈസിങ്ങിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഭയങ്കര പ്രോഫിറ്റാണ്. നമ്മൾ കഴിഞ്ഞിട്ട് നമുക്കൊരു $10,000 നമ്മുടെ കുറഞ്ഞ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ പൈസ ചിലവാക്കി. കാരണം നമുക്ക് ഇതിപ്പോൾ തീരുട്ടാ. ഇത് നമുക്ക് തീരാൻ നമുക്ക് നമ്മുടെ ഷോറൂമുണ്ട്, ബിൽഡ് ചെയ്യാം. നമുക്ക് ഓൾമോസ്റ്റ് തീരാറായി. ലെറ്റ്സ് ഗോ. ഇതുകൂടി തീർന്നാൽ നമ്മുടെ ഇത് തീരും. നമുക്ക് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ക്ലിയർ ആയി എന്നാണ് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുണ്ടാതിരുന്നാൽ മതി. നമുക്ക് കഴിഞ്ഞ് തീർന്നു. യെസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇനി ആക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നോക്കി. ഓക്കെ, കിട്ടി. 3, 2, 1 ഗോ. ഓക്കെ, നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഓ ഇതൊക്കെ നമ്മുടെ ഓഫീസിൻ്റെ മേലൊക്കെ ഫുള്ള് സെറ്റായിട്ടോ. ഓക്കെ, ഇപ്പോൾ ഫൈനലി നമ്മുടെ വേണ്ട മാതിരി നമ്മുടെ ഷോറൂം ശരിക്കൊരു ഷോറൂം ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മോൻ എന്ത് വലുതറ. $50,000 നമ്മൾ മുടക്കിയിട്ടുണ്ട് ഈ സാധനത്തിന് വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് കാറൊക്കെ നമുക്ക് എടുക്കണം. ഓക്കെ, ഇവിടെ കുറേ ഇതാണ് നമ്മുടെ കാർ വെക്കാനുള്ള സ്ഥലം. 1, 2, 3, 4, 5, 6 കാർ. നമുക്ക് ഏറ്റവും വില കൂടിയ കാർ വെക്കാനുള്ള സ്ഥലം തോന്നുന്നത്. ബാക്കി കാറുകളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കിഡിലായിട്ട് വെക്കാം. ഒക്കെ നമ്മുടെ ഷോറൂമിൻ്റെ പണി തന്നെ. നമുക്ക് മേലൊക്കെ ഒന്ന് പോയി വെക്കാം. മേലെ വല്ലതും ഉണ്ടോ? മേലെ അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ ഒരു സ്ഥലമുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇടാനുള്ള സ്ഥലം. നമുക്ക് വണ്ടി ഇതിൽ കൂടെയാണ് തോന്നുന്നു കൊണ്ടുവരണ്ട്. വണ്ടി ഇതിൽ കൂടെ കൊണ്ടുവരിക. എന്നിട്ട് വണ്ടി ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടോ മോനെ. സോ അപ്പോൾ അത്രയുള്ള ഈ വീഡിയോയിലൂടെ നമ്മൾ വിളിച്ചു പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ. ഇറ്റ്സ് മീ വിസാൻ സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.